ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ റെസിപ്പിയാണ്. നല്ല അടിപൊളിയായിട്ട് കോളിഫ്ലവർ പെപ്പർ ഫ്രൈ ആണ് കാണാൻ പോകുന്നത്. ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, ചോറും തൈരും കൂടിയിട്ട് ഒക്കെ സൂപ്പർ കോമ്പിനേഷൻ ആണ്. നല്ല സിമ്പിൾ പ്രോസസ്. ഓക്കെ, വരൂ നമുക്ക് ഉണ്ടാക്കാം. വെരി സിമ്പിൾ ടേസ്റ്റി കോളിഫ്ലവർ പെപ്പർ ഫ്രൈ. അപ്പോൾ ഉണ്ടാക്കാം. നല്ലോണം ഒരു ബൗള് കോളിഫ്ലവർ, ഇതിനിത്തിരി നല്ലോണം കണ്ടാലേ വല്ലതുമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ബൗള് കോളിഫ്ലവർ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഫീലിംഗ് ഉണ്ട്, അതായത് കോളിഫ്ലവർ ശരിയില്ല, ഉള്ളിൽ കുറെ പുഴുക്കളൊക്കെ കണ്ടു, അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞ വെള്ളത്തിൽ ഇട്ട് വെച്ചോളൂ, ഇല്ലെങ്കിൽ ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചോളൂ. അതും ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. ടോളേൻ നേരെ മറിച്ച് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഓർഗാനിക് ആണ്, വലിയ കുഴപ്പമില്ല. അപ്പം ഞാൻ നന്നായിട്ട് 2-3 പ്രാവശ്യം കഴുകിയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് സംഭവങ്ങൾ വറക്കണം. അതാദ്യം ചെയ്യാം. വെറുതെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പെരുംജീരകം, ജീരകം, പട്ട 3 ഗ്രാമ്പ്, പെരുംജീരകവും ജീരകവും ഒരു 1/4 സ്പൂണ് വീതം. എണ്ണയൊന്നും ഒഴിക്കാതെ ഇവരെ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഈ ചന്തമണികളെ നമുക്കൊന്ന് പൊടിച്ചു വെക്കാം. നല്ല മണം വരുമ്പോൾ നിർത്തിക്കോളിൻ, എന്നിട്ട് ഒന്ന് പൊടിച്ചു വെച്ചോളിൻ കേട്ടോ. നല്ല മണം വരുന്നുണ്ട് ഇവിടെ. ഞാൻ സ്റ്റോപ്പ് ചെയ്യണു. സ്റ്റോപ്പ് ചെയ്തിട്ട് കരിയിക്കാൻ പാടില്ല. എന്നിട്ടിത് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു. നോർമൽ കുക്കിംഗ് ഓയിൽ, വെളിച്ചെണ്ണ വേണ്ട. കടുകിടുക. അത് പൊട്ടുമ്പോൾ വറ്റൽ മുളക് ഒരു 3 എണ്ണം. എന്ത് രുചി അറിയോ! തൈരും ചോറിൻ്റെ കൂടെ, സാമ്പാർ ചോറ്, അതേമാതിരി തന്നെ ചപ്പാത്തി, ഇതിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും. ഇനി നമുക്ക് സവോള വേണം. ഇതൊന്നായിക്കോട്ടെ. അങ്ങനെ നമ്മുടെ കടുകും വറ്റൽമുളകും എല്ലാം നന്നായി പൊട്ടി. അത് കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു വലിയ സവോള നന്നായി ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും ഇടാം, എല്ലാം നടുവിൽ മുറിച്ചിട്ട് നീളത്തിൽ കീറിയിട്ട് വേണമെങ്കിലും ഇടാം. ടോളിൻ അതങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇത് ബ്രൗൺ കളർ ആവണം എന്നൊന്നുമില്ല, ഒന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് പൊടികളെല്ലാം ഇടാം. ഇതിൽ കൂടുതൽ പൊടികൾ എന്ന് പറയാനൊന്നും തന്നെയില്ല. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് മുളക് പൊടി നമുക്ക് ഇടാം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. സോ കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതേമാതിരി തന്നെ ഞാൻ തന്നെ പൊടിച്ചു വെച്ച പെപ്പർ ആയതുകൊണ്ട് നല്ല എരിവുണ്ട്. അതുകൊണ്ട് ഞാനൊരു 1/2 സ്പൂണ് പെപ്പർ ഇടുന്നുണ്ട്. നിങ്ങളുടെ പെപ്പറിൻ്റെ എരിവിനനുസരിച്ച് ഇട്ടോളിൻ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഈ മസാല നല്ലപോലെ അതിലേക്ക് പിടിക്കാൻ പാകത്തിനനുസരിച്ചിട്ട് നമ്മൾ വഴറ്റി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഉപ്പിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇപ്പം തന്നെ ഇടണം. ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാൻ പോണില്ല. അതുകൊണ്ട് തന്നെ ഉപ്പ് പാകത്തിന് ഇട്ടോളിൻ കേട്ടോ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ കഴുകി വെച്ച നമ്മുടെ കോളിഫ്ലവർ നിങ്ങളിപ്പോൾ ചുടുവെള്ളത്തിലാക്കി വെച്ചതാണെന്നുണ്ടെങ്കിൽ വാർത്ത് വെക്കാൻ മറക്കരുത്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ 5-6 പ്രാവശ്യം ഞാൻ കഴുകിയിരിക്കുകയാണ്. ആ കഴുകി വെച്ച കോളിഫ്ലവറിനെ നമ്മൾ ഇടുകയാണ്. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മസാലകൾ ഓരോന്നും എല്ലാ കോളിഫ്ലവറിലും പിടിക്കണം. പിന്നെ കോളിഫ്ലവർ മുറിക്കുമ്പോൾ കുരുകുരയെന്ന് മുറിക്കേണ്ട. നമുക്ക് ഒന്ന് കഴിക്കാൻ കിട്ടണ പാകത്തിനാവുമ്പോൾ ഒരു മീഡിയം സൈസിൽ മുറിച്ചാലേ അത് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ഓരോ കോളിഫ്ലവറിൻ്റെ ആ ഫ്ലോററ്റ്സിലും നന്നായിട്ട് മസാല പിടിക്കുന്ന പോലെ തന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വളരെ സ്ലോയിൽ വെച്ചോളൂ നിങ്ങളുടെ ഗ്യാസ്. എന്നിട്ട് ആ മസാല കംപ്ലീറ്റ് ആയിട്ട് പിടിക്കുന്ന വരയ്ക്കും നിങ്ങൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇളക്കണം. ഇവിടെ വെള്ളം ഒഴിക്കാൻ നമുക്ക് തോന്നും, പക്ഷേ അല്ല, ഡ്രൈ ആയിട്ട് തന്നെ നമ്മൾ ഇതിനെ നന്നായിട്ട് വഴറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഒരു ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ഓരോന്നിലും ആ ഒരു എന്താ പറയുക, ചില സമയത്ത് നമ്മൾ കഴിക്കുമ്പോൾ ആ തണ്ടിലൊന്നും പിടിക്കാത്ത പോലെ തോന്നില്ലേ, ഇത് അതൊന്നും ആയിരിക്കില്ല എന്ന് നല്ല അസലായിട്ട് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു
കപ്പ് വെള്ളം. ഓക്കെ, ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ചുറ്റോട് ചുറ്റും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ മുങ്ങിക്കിടക്കണ മാതിരിയോ ഒന്നും തന്നെ ഇല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ ഉള്ളിയുടെ വെള്ളവും ഈ കോളിഫ്ലവറിൻ്റെ വെള്ളവും വരും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കോളിഫ്ലവർ ഇങ്ങനെ ആയിരിക്കും. നമുക്ക് ഇത്രയും ഒഴിച്ച വെള്ളം കുറച്ചേ ഉള്ളൂവെങ്കിലും വന്നിരിക്കുന്ന വെള്ളം കണ്ടു എത്രയാണെന്ന്. ഇനി അടച്ചു വെക്കണ്ട, കുത്തി ഇളക്കണ്ട, ഫുള്ളിൽ വെച്ചോളിൻ. ഇനി ആ വെള്ളം പെട്ടെന്നൊന്ന് ഡ്രൈ ആവട്ടെ. എന്നിട്ട് നമ്മൾ പൊടിച്ചു വെച്ച പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇതാ ഹൈയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കോളിഫ്ലവർ ഒന്നും ഉടയാതെ തന്നെ നമുക്ക് വെള്ളമൊക്കെ വറ്റി നീറ്റായിട്ട് ആയിട്ടുണ്ട്. ഇനി സിമ്മാക്കിക്കോളൂ. എന്നിട്ട് നമ്മൾ പൊടിച്ചു വെച്ച ആ പൊടി ഇതോടുകൂടി സംഗതി മാറും. സൂപ്പർ മണമായിരിക്കും. അങ്ങനെ ഇളക്കുക. ചപ്പാത്തിക്കൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഗ്രേവി ആക്കിക്കോളൂ. ഓക്കെ, ഒരു 2 മിനിറ്റും കൂടി ഇരിക്കട്ടെ. ഒരു കാരണവശാലും അടച്ചു വെക്കരുത്. ഇനി അടച്ചു വെച്ചാൽ നമുക്ക് കോളിഫ്ലവർ കംപ്ലീറ്റ് പൊടിഞ്ഞു പോകും. ഓക്കെ, ഇനി സിമ്മിൽ കിടന്നിട്ട് അതാവട്ടെ. ഓക്കെ, 5-10 മിനിറ്റ് സ്റ്റാൻഡ് ബൈ ടൈം കൊടുത്തു നമ്മുടെ കോളിഫ്ലവർ. ഇനി ഇതിൽ വീണ്ടും നിങ്ങൾക്ക് ഭയങ്കര സ്പൈസി ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുരുമുളക് പൊടി ഇടാം, ഇല്ലെങ്കിൽ കുരുമുളക് ചതച്ചിടാം. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇടാം. നമുക്കിപ്പോൾ അത്രയ്ക്ക് പറ്റില്ല സ്പൈസി. അപ്പോൾ ഇതാ നമ്മുടെ കോളിഫ്ലവർ പെപ്പർ റെഡി ആയി കഴിഞ്ഞു. സെർവ് ചെയ്യാം. അപ്പോൾ കോളിഫ്ലവർ പെപ്പർ ഫ്രൈ നല്ല അടിപൊളിയായിരിക്കും. എനിക്ക് ചപ്പാത്തിയുടെ കൂടെക്കാട്ടിലും എനിക്കിഷ്ടം ഏതറിയോ? തൈരും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഓക്കെ, ദയവ് ഇത് തെറ്റിദ്ധരിക്കരുത്. കണ്ടല്ലോ, ചട്ടി കലം എല്ലാം കൊണ്ടാണ്. എനിക്ക് ഈ അടിയിലുള്ളത് ഭയങ്കര ഇഷ്ടമാണേ. ഇതിന് വേണ്ടിയിട്ട് വെറുതെ വേറൊരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ പോയി കിട്ടും. കണ്ടില്ലേ എന്തിനാണ് ഈ മസാലകളൊക്കെ കളയുന്നത്? കോളിഫ്ലവർ കണ്ടോ? ഇത് കഴിച്ചോ? തൈര് എന്താ കോമ്പിനേഷൻ! എല്ലാം കൂടി ഇങ്ങനെ പേരട്ടുക. ഓക്കെ, ഈ തൈരുണ്ടല്ലോ അർളം പറളം എന്ന് പെരട്ടരുത്, നല്ലോണം പെരട്ടണം. അപ്പോഴാണ് ആ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തൈര് നല്ലോണം എടുത്തു. ഓക്കെ, ആക്കിയിട്ടുണ്ട്. ഇതിനു വേണ്ടി വിമർശിക്കുന്നവരുണ്ട്. എന്തിനാണ് കഴിച്ച് കാണിക്കണേ? എന്തിനാണ് നിങ്ങൾ കഴിക്കണത് ഞങ്ങൾ കാണണേ? എന്തിനാണ് എന്താണ് പറയുക ചട്ടിയും കലമായിട്ട് വന്നിരിക്കണേ? എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കാണുന്ന നിങ്ങളും ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതല്ലാതെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയോ ഉണ്ടാക്കിയില്ലേ കണ്ടു പോണ വീഡിയോ പോലെ എനിക്ക് എൻ്റെ ചാനലിനെ കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഓരോരുത്തർക്കും ഓരോ താല്പര്യമല്ലേ. എന്നെ കാണുന്ന ആൾക്കാർ, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ അവരുടെ ഊൺമേശയിൽ അത് കഴിച്ചു കാണണം, അത് ഉണ്ടാക്കി കാണണം എന്നുള്ള ഒരാഗ്രഹം എനിക്ക് വന്നുപോയി. അതെന്താ തെറ്റാ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് എൻ്റേതായിട്ടുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സാധനം നിങ്ങളുടെ മുമ്പിൽ ധൈര്യമായിട്ട് ഇരുന്നിട്ട് ആ രുചിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ
അത് നിങ്ങൾക്ക് രുചിച്ച പോലെ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. സോ ക്രിറ്റിസിസം ചെയ്യുന്നവർക്ക് മോസ്റ്റ് വെൽക്കം. ഇതിനും ചെയ്യാം. ഇതാ ചട്ടി വെച്ചിട്ടാണ് ഇരിക്കണം കേട്ടോ. നമുക്ക് ഉണ്ണാന്ന് അല്ല, പിന്നെ പറയണവരൊക്കെ പറയട്ടെ. യോഗട്ട് വെച്ചിട്ടുണ്ട്. സൂപ്പറുണ്ടല്ലേ? ആവോ ഈ തൈരില്ലേ, ഈ വറന്നില്ലേ, അവിടെ നിന്നൊക്കെ എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവനോൻ്റെ പ്ലേറ്റ് നക്കിയതിന് ഒരു പോലീസും പിടിക്കില്ല. അപ്പം ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. വീണ്ടും കാണാം. Till then, take care and bye-bye. Bye-bye. Dum ta da da ta da da da, dum ta da da ta da da da, dum ta da da ta da da da. Winnie's Kitchen.